സമ്പന്നമായ ആളുകൾ നേരിട്ട് പോയി പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അടുത്ത കാലത്തായി വളരെ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, പുതിയ വിപണി, പുതിയ എഴുത്തുകാർ വളരെ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും നിരവധി എഴുത്തുകാർ, ഒരുപക്ഷെ മലയാളത്തിലെ എല്ലാ നിരൂപകരും പലതവണ ആവർത്തിച്ച് വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു കൃതി OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഒരുപക്ഷെ സാഹിത്യം വായിക്കുന്ന മുഴുവൻ ആളുകളും ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. 1969 വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിക്കുന്നത് പുസ്തകം. അതിന് ഏതാണ്ടൊരു 10 വർഷം മുന്നേ അദ്ദേഹം ആ പുസ്തകം എഴുതുകയും കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പുസ്തകം ഇത്രയധികം വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു പുസ്തകം ഇതുവരെ ആരും പരാമർശിക്കാത്ത ഒരു വിഷയം ഞാൻ എൻ്റെ വായനയിൽ ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളായ 3 നിരൂപകരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു, നിങ്ങളൊക്കെ എത്രയോ തവണ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്, എന്താണ് ഈ പുസ്തകത്തെ നിങ്ങളെ വായിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യം? എനിക്ക് തോന്നിയിട്ടുള്ളത് അതിലൊരു രഹസ്യം, ഒരു നിഗൂഢത എവിടെയോ വിജയൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ നിഗൂഢത അന്വേഷിച്ച് നമ്മൾ നിരന്തരം ഈ ഖസാക്കിലേക്ക് പോകുന്നു. നമ്മുടെ ഭാഷയിൽ ഇപ്പോൾ ഖസാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഇപ്പോൾ ടൂറിസം പോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം നമ്മൾ യാത്ര ചെയ്യുന്ന, ആസ്വദിക്കുന്ന, വായിക്കുന്ന ഒരു കൃതിയിൽ ഒരു വരി, വളരെ പ്രധാനപ്പെട്ട ഒരു വരിയുണ്ട്. ആ വരി നമ്മുടെ നിരൂപകരുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 3 നിരൂപകരോട് ഞാൻ ചോദിച്ചു, മലയാളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള 3 നിരൂപകരോട് ഞാൻ ചോദിച്ചു, ആ വരി എന്താണെന്ന് വെച്ചാൽ, ശിവരാമൻ നായർ ഞാറ്റുപുരയിൽ സ്കൂളിന് വേണ്ടി ഞാറ്റുപുര വിട്ടുകൊടുക്കുന്ന സന്ദർഭത്തിൽ നാരായണി അമ്മ ശിവരാമൻ നായരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഞാറ്റുപുര നിങ്ങൾ സ്കൂളിന് വിട്ടുകൊടുത്താൽ ഞാറ് എവിടെ ഇടും എന്നാണ്. ഞാറ് എവിടെ ഇടും? 1969 പ്രസിദ്ധീകരിച്ച ഒരു നോവലിൽ, 10 വർഷം മുന്നേ എഴുതിയ ഒരു നോവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ശിവരാമൻ നായർ പറയുന്ന മറുപടി ശ്രദ്ധിക്കുക, ഞാറ് പോയി തൊലയട്ടെ എന്നാണ്. നമ്മൾ ഒരു കാർഷിക ജീവിതം നയിക്കുന്ന ആളുകളാണ്. ഇന്നത്തെ അല്ല, പഴയ കാലത്ത് കൂടുതൽ കൃഷി നമ്മുടെ പ്രധാന വരുമാനവും ജീവിത സംസ്കാരവും ജീവിത രീതിയൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അവിടെയാണ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് ഞാറ് പോയി തൊലയട്ടെ, കാർഷിക സംസ്കാരം തൊലയട്ടെ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഈ നോവലിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ഒരു വരി എഴുതപ്പെട്ടിട്ടുണ്ട്. നിരന്തരം നിരൂപണം നടത്തിയിട്ടും ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ, ഒരു നിരൂപകൻ ഈ വരി കണ്ടെത്തിയോ എന്നൊരു സംശയമുണ്ട്. ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇനി അഥവാ ആരെങ്കിലും അത് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരുത്താം. അങ്ങനെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്ത് മിക്കവാറും ആളുകൾ പൊതുജീവിതത്തിൽ എല്ലാവരും വിദ്യാഭ്യാസം നേടുന്ന ഒരു കാലത്ത് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് എല്ലാവരും എഴുത്തുകാരായി പരിണമിക്കുകയാണ്. വിജയമാഷൊക്കെ പറയുന്നത് പോലെ ഭാവനയുടെ ഒരു ജനാധിപത്യം, എല്ലാവരും കവികളായി തീരുന്ന ഒരു കാലം. എല്ലാ മനുഷ്യർക്കും എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത് ഈ ധാരാളം ആളുകൾ വായിക്കുകയോ ധാരാളം പുസ്തകങ്ങൾ വിൽക്കപ്പെടുകയോ ചെയ്യുന്ന കാര്യങ്ങളല്ല. മഹത്തായ പല തട്ടിൽ, പല തലങ്ങളിലുള്ള വായന ഒരേ സമയം സമൂഹത്തിലുണ്ട്. അതിൽ പൈങ്കിളി ഉണ്ടാവാം, ബാലസാഹിത്യം ഉണ്ടാവാം, ജനപ്രിയ നോവലുകൾ അങ്ങനെ ഉണ്ടാവാം, ഉദാത്തമായ മികച്ച മഹത്തായ കൃതികളും ഉണ്ടാവാം. O. ഹെൻറിയുടെ അതിമഹത്തായിട്ടുള്ള ഒരു കഥ നിങ്ങളാരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മലയാളത്തിൽ തന്നെ അതിൻ്റെ 2 വിവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുമുണ്ട്.
ക്ഷുദ്രക്കാരിയുടെ റൊട്ടി എന്ന് പറയുന്ന ഒരു കഥ. മാന്ത്രിക റൊട്ടി എന്ന പേരിലും മറ്റൊരാൾ ആ കഥ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബേക്കറിയിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീ നടത്തുന്ന ഒരു ബേക്കറി, അവിടെ ദരിദ്രനായ ഒരു മനുഷ്യൻ റൊട്ടി വാങ്ങാൻ വരുമായിരുന്നു. അദ്ദേഹം 5 രൂപയ്ക്ക്, അവിടുത്തെ അവരുടെ അന്നത്തെ ആ 5 രൂപയ്ക്ക് നല്ല ഒരു റൊട്ടി കിട്ടുന്ന കാലത്ത് ഈ മനുഷ്യൻ വന്നിട്ട് 2 റൊട്ടി, ഉണങ്ങിയ അത്ര തിന്നാൻ രുചികരമല്ലാത്ത 2 റൊട്ടി വാങ്ങിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഈ ബേക്കറി നടത്തുന്ന സ്ത്രീ സാമാന്യം ചെറിയൊരു വരുമാനം, ഒരു സമ്പത്ത് അവർക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്, അവർ മറ്റ് ഒരു ബേക്കറി സ്വന്തമായിട്ടുണ്ട്, അങ്ങനെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടൊക്കെയുള്ള ഒരു സ്ത്രീയാണ്. പക്ഷേ അവിവാഹിതയാണ്. ഈ റൊട്ടി മേടിക്കാൻ വരുന്ന മനുഷ്യനോട് ചെറിയൊരു അനുകമ്പയും ഒരു സഹതാവുമൊക്കെ തോന്നും. കുറേ കൂടി നല്ല ഒരു റൊട്ടി എന്തുകൊണ്ട് ഈ മനുഷ്യന് വാങ്ങി കഴിച്ചുകൂടാ? അതിനുള്ള ചുറ്റുപാട് ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു ദിവസം അദ്ദേഹം റൊട്ടി മേടിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകളിലേക്ക് സ്ത്രീ നോക്കുകയാണ്. അപ്പോൾ ചായം പുരണ്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ചിത്രകാരനാണ് എന്ന് ഈ സ്ത്രീ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം ഈ മനുഷ്യൻ റൊട്ടി വാങ്ങാൻ വരുന്ന സന്ദർഭത്തിൽ ഈ സ്ത്രീ അവരുടെ വീട്ടിലുള്ള ഒരു ചിത്രം അവിടെ ബേക്കറിയിൽ കൊണ്ട് പ്രദർശിപ്പിക്കും. ആ മനുഷ്യൻ അതിൽ അത്ര താല്പര്യമൊന്നും കാണിക്കാതെ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് ഈ സ്ത്രീ അദ്ദേഹത്തെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ലേപനങ്ങളൊക്കെ തയ്യാറാക്കി പുരട്ടുന്നു, പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു. ഒരു ദിവസം ഈ മനുഷ്യൻ ബേക്കറിയിലേക്ക് വന്നപ്പോൾ റൊട്ടി ആവശ്യപ്പെട്ട്, അപ്പോൾ ഒരു ആംബുലൻസ് വളരെ വേഗത്തിൽ കടന്നുപോയി. ഈ മനുഷ്യൻ ആംബുലൻസ് എന്താണ് ഇങ്ങനെ ഇത്ര വേഗത്തിൽ പായുന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ അദ്ദേഹത്തോടുള്ള ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടും ഒരിഷ്ടം കൊണ്ട് കുറച്ച് നേരത്തെ അവിടെ വെണ്ണ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ആ വെണ്ണയിൽ നിന്ന് ഈ ഉണങ്ങിയ റൊട്ടി മുറിച്ചെടുത്തിട്ട് അതിൽ പ്രത്യേക സൂക്ഷ്മമായിട്ട് മുറിച്ചിട്ട് അതിൽ കുറച്ച് വെണ്ണ കടത്തി വെക്കും. എന്നിട്ട് ഇത് ഈ മനുഷ്യന് നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം ഈ റൊട്ടിയും വാങ്ങിപ്പോയി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും ദേഷ്യത്തോട് കൂടിയിട്ട് ബേക്കറിയിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ട് ഈ സ്ത്രീയോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ദരിദ്രനായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ല ആ ഉണങ്ങിയ അല്ലെങ്കിൽ അത്രയും വില കുറഞ്ഞ റൊട്ടി വാങ്ങിച്ചത്. അദ്ദേഹം അവിടെ ഒരു ടൗണിൻ്റെ ഒരു പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരു ആർക്കിടെക്റ്റ് എന്ന് പറയാവുന്ന ഒരാൾ, പടം വരക്കുന്ന ഒരാളാണ്. അദ്ദേഹം പുതിയ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആദ്യം പടം വരയ്ക്കുമ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടാണ് സ്കെച്ച് വരയ്ക്കുക. ആ പെൻസിലിൻ്റെ സ്കെച്ച് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടിയാണ് അദ്ദേഹം ഈ റൊട്ടി മണിക്കുന്നത്. അതിലൊരു കഥയിലൊരു വരി തന്നെയുണ്ട്, ഇന്ത്യയിൽ നിന്ന് വരുന്ന റബ്ബറിനേക്കാൾ നല്ലത് ഈ റൊട്ടിയാണ് എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. അപ്പോൾ ഈ വെണ്ണ നിറച്ച് കൊടുത്ത റൊട്ടി കൊണ്ട് ഈ പടത്തിൻ്റെ പെൻസിലിൻ്റെ ഇത് മായ്ച്ച് കളഞ്ഞപ്പോൾ ആ പടം മുഴുവൻ ചീത്തയായി പോവുകയും അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ കഴിയാതെയും വന്നു. അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെട്ട് 2 പേരും ഇറങ്ങിപ്പോയി. ഈ സ്ത്രീ അവരുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ലേപനങ്ങളൊക്കെ എടുത്ത് മറിക്കുകയും ദുഃഖത്തോടുകൂടി പിൻവാങ്ങുകയും ചെയ്യുന്നതാണ് കഥ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ കഥ മഹത്തായ ഒരു കഥയാണ്. ഒരു 100-150 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സന്ധ്യയിൽ ഇത്തരം കഥകൾ ഓർക്കുകയും പറയുകയും ചെയ്യുന്നത് ആ കഥയുടെ ശക്തി കൊണ്ടാണ്. അല്ലാതെ വളരെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ട് ഇങ്ങനെ പുസ്തകങ്ങൾ അച്ചടിച്ച് 1ാമത്തെ പതിപ്പ് വന്നു, 2ാമത്തെ പതിപ്പ് വന്നു, 4ാമത്തെ പതിപ്പ്, ഇങ്ങനെ ദിവസം തോറും പതിപ്പുകൾ ഇറങ്ങിയിട്ട് വിട്ടിട്ടില്ല. ഇതൊക്കെ വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. അപ്പോൾ മഹത്തായ സാഹിത്യം അത് ചിലപ്പോൾ 100 കോപ്പിയോ 1000 കോപ്പിയോ ഒക്കെ തന്നെ വിറ്റെടുക്കാൻ വളരെ വിഷമമുണ്ടാവും. ഏതായാലും മഹത്തായ സാഹിത്യം എന്ന ഒന്നുണ്ട്. ഈ പ്രസാധകരും എഴുത്തുകാരും ഈ ഇതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ആഘോഷിക്കുന്ന ഈ കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ അത് മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ഏത് എഴുത്തുകാരൻ്റെ കൃതിയും
വ്യാപകമായിട്ട് വിൽക്കപ്പെടണം. അത് ജനപ്രിയ നോവലായാലും ശരി, ഉദാത്ത സാഹിത്യമായാലും ശരി, അത് ഏറ്റവും അധികം വിറ്റുപോകുന്നത് വളരെ സന്തോഷകരമാണ്. കൂടുതൽ ആളുകൾ വായിക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിട്ട് വായിച്ച ഒരു അനുഭവക്കുറിപ്പിൽ ഒരു ഓർമ്മയുണ്ട്. അത് ഒരു വിദേശ രാജ്യത്ത് നടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ഗായകൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം വളരെ പരസ്യത്തോടു കൂടിയിട്ട് വലിയ പരസ്യം കൊടുത്തിട്ട് പ്രോഗ്രാം തീരുമാനിച്ചു. 6 മാസം മുന്നേ അതിൻ്റെ ടിക്കറ്റുകൾ മുഴുവൻ വിറ്റുപോയി. 6 മാസം കൊണ്ട് ടിക്കറ്റ് വിറ്റുപോയപ്പോൾ ആ പരിപാടി അത്ര ജനസാന്ദ്രത ഉള്ള പരിപാടിയായിരുന്നു. അതേ ഗായകനാ ഒരു പരസ്യവും ചെയ്യാതെ ഒരു തെരുവ് വിളക്കിൻ്റെ ചുവട്ടിൽ ഒരു ദിവസം ഇതേ കമ്പനി നിർത്തിയിട്ട് പാടിച്ചു. പക്ഷേ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ അവിടെ നിന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഉൽപ്പന്നം, കലയായാലും സാഹിത്യമായാലും അതിന് കൊടുക്കുന്ന പരസ്യമാണ് ഈ പരസ്യം കൊണ്ടാണ് ഇത്രയും സ്വീകാര്യത ഉണ്ടാകുന്നത്. മികച്ച സാഹിത്യം അത് നമ്മൾ സൂക്ഷ്മമായിട്ട് വായിക്കുക എന്നുള്ളത് വായനക്കാരൻ്റെ ഉത്തരവാദിത്യമാണ്. എഴുത്തുകാരനോ പ്രസാധകനോ ആഘോഷിക്കുന്നതിനപ്പുറം വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് വായനക്കാരൻ കൃതികളെ സമീപിക്കുക എന്ന് മാത്രമാണ് ആമുഖമായിട്ട് പറയുന്നത്. നന്ദി സാർ. പുതിയ വിപണിയെക്കുറിച്ച് പഴയ എഴുത്തുകാരാണ് ഇതുവരെ സംസാരിച്ചത്. ഇനി പുതിയ എഴുത്തുകാർ പുതിയ വിപണിയെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് കേൾക്കാം. ശ്രീ മനീഷ് മുഴക്കുന്ന. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. സാഹിത്യത്തിൻ്റെ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന, പതിറ്റാണ്ടുകളായി നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരോടൊപ്പം ഇങ്ങനൊരു സെഷൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. പുതിയ വിപണി, പുതിയ എഴുത്തുകാർ എന്നുള്ളതാണ് ഇന്നത്തെ ഈ സെഷൻ്റെ വിഷയം. ഈ അടുത്ത് ഞാൻ വി സുരേഷ് കുമാറിൻ്റെ മന്ദപ്പൂമാരൻ്റെ കന്യകൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ അതിൽ അവതാരിക എഴുതിയത് സുസ്മേഷ് ചന്ദ്രോത്താണ്. അപ്പോൾ അദ്ദേഹം അതിനടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സാഹിത്യം എന്നുള്ളത്, സാഹിത്യരചന എന്നുള്ളത് അതൊരു വിൽപ്പന ചരക്കല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പറയുന്നത്, ഒരു എഴുത്തുകാരന് മറ്റൊരു എഴുത്തുകാരനെ പോലെ ആകാൻ കഴിയില്ലെന്നും ഒരു എഴുത്തുകാരൻ എഴുതുന്നത് പോലെ മറ്റൊരു എഴുത്തുകാരന് എഴുതാൻ കഴിയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ ചേർത്ത് വെക്കുന്നത്, വായനക്കാർ അവരുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള എഴുത്തുകാരെയും എഴുത്തുകളെയും തേടിപ്പോകുന്നു എന്നാണ് അദ്ദേഹം അതിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിക്കുമ്പോൾ പറയേണ്ടായി, നമ്മുടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ 25ഓളം പ്രസാധകരുടെ കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ കേരളം മൊത്തം എടുക്കും 300-ന് മുകളിൽ പ്രസാധകരുണ്ട് എന്ന് പറഞ്ഞു. ഈ അടുത്തുള്ള എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ നാടിനെ, ചരിത്രത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടൊരു നോവൽ തയ്യാറാക്കി. ആ തയ്യാറാക്കിയ ശേഷം എന്നോട് അത് പ്രസിദ്ധീകരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ട് എന്നോട് ചില കാര്യങ്ങളെ, സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പോൾ ഞാനതിൻ്റെ മറ്റുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന പ്രസാധകരെ സമീപിക്കാൻ എന്ന രീതിയിലൊക്കെ സൂചിപ്പിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ പ്രസാധകരിലേക്ക് തന്നെ അത് പുസ്തകത്തിൻ്റെ ഒരു പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തു. അപ്പോൾ അവർ കുറച്ച് കാലതാമസം ആണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത്, എനിക്ക് അത്രയും കാത്തിരിക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ്. അപ്പോൾ പുസ്തകം ഒരു എഴുത്ത് പൂർത്തിയാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് കുറേ എങ്കിലും എഴുത്തുകാർ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ക്ഷമയില്ലായ്മയെ ഒരുപക്ഷെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് നമ്മുടെ ഈ 300-ഓളമുള്ള പ്രസാധകർക്ക് വലിയ നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത് എന്നുകൂടി ഞാൻ കരുതുകയാണ്. കാരണം കാത്തിരിപ്പ് ഇല്ല. അതിന് മുന്നേ തന്നെ പുസ്തകം എഴുത്തുകാരൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എത്രയും പെട്ടെന്ന് വായനക്കാരിലേക്ക് നൽകാൻ വേണ്ടി കഴിയുന്ന ഒരു സാധ്യത അതിലുണ്ട്. ഇപ്പോൾ പലപ്പോഴും ഞാൻ കരുതുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തിനാണ് ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിനെക്കുറിച്ച് എന്തിനാണ് എഴുതുന്നത് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരുപക്ഷെ എഴുത്തുകാരന് മറ്റാരും അല്ലെങ്കിൽ പറയാത്തൊരു കാര്യം
വായനക്കാരോട് പങ്കുവെക്കാനുള്ളത് എന്നൊരു ഘട്ടത്തിലായിരിക്കും അദ്ദേഹം എഴുതി തുടങ്ങുന്നത്. അല്ല അവൻ്റെ ഉള്ളിലൊരു സ്വപ്നമാവട്ടെ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലൊരു ആദിയാവട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിനോട് അവന് അവരുടെ കണ്ണു തുറപ്പിക്കാനുള്ള എന്തെങ്കിലും അവൻ്റെ പുതിയ ചിന്തകളാവട്ടെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ളതായിരിക്കും അതിലൂടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ അത്തരം എഴുത്തുകളിലൂടെ എഴുത്തുകാർ മുന്നോട്ടേക്ക് വരുമ്പോൾ അത്തരം പ്രധാനപ്പെട്ട എഴുത്തുകളെ ചേർത്ത് പിടിക്കുമ്പോൾ, പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള നിരവധി എഴുത്തുകൾ ഈ മലയാളത്തിലേക്ക് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു വായനക്കാരനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മികച്ച രചന ഏത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു പക്ഷേ ഒരു സമയം വായനക്കാരന് കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി ആ പുസ്തകങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരം പുസ്തകങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, റീൽസുകളിലൂടെയെല്ലാം പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതോടുകൂടി വായനക്കാരൻ്റെ ശ്രദ്ധയിലേക്ക് ആ പുസ്തകങ്ങൾ എത്തുകയും അത് വായനക്കാരൻ ചെന്ന് ആ പുസ്തകം വാങ്ങി വായിക്കുന്ന നിലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പം നേരെ തൊട്ട് മുന്നേ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം പ്രിയപ്പെട്ട ഗോപകുമാർ മാഷുണ്ട്. മാഷ് കുറച്ച് നേരം സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ നേരത്തെ ഈ റീൽസ് എല്ലാം ചെയ്ത് പുസ്തകങ്ങൾ കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളോട് മാഷ് ചോദിച്ച ചോദ്യം, മാഷ് പറഞ്ഞത്, എന്തുകൊണ്ട് നിങ്ങൾ ഈ എഴുത്തിൻ്റെ പോരായ്മകളെ നിങ്ങൾ പങ്കുവെക്കുന്നില്ല എന്ന് മാഷ് ചോദിച്ചിരുന്നു എന്ന് പറയണ്ടേ. എല്ലാം നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ഉൽപ്പന്നം, ഒരു ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ശീതളപാനീയം നമ്മൾ കുടിക്കുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ നമുക്ക് പരസ്യമായി നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അത് കൂടുതലായി ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് ദോഷവശങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ പാക്കറ്റിൽ നിന്ന് വായിച്ച് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അതുപോലെ നല്ല കൃതികളെക്കുറിച്ച് പരിചയപ്പെടുന്നതോടൊപ്പം എന്നാൽ ആ കൃതികളുടെ അല്ലെങ്കിൽ പോരായ്മകളുള്ള പുസ്തകത്തെക്കുറിച്ചും നല്ലത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു പുതിയ രീതിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ നിലയിൽ നല്ല പുസ്തകങ്ങൾ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ കൗമ്പൈ മാഷ് സൂചിപ്പിച്ചതുപോലെ പണ്ട് കാലത്ത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള നല്ല വായനക്കാരൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ നമ്മൾ കേൾക്കുന്നത്, ഓരോ ഗ്രന്ഥശാലകളിലും, അതായത് 2-3 കിലോമീറ്റർ 4-5 കിലോമീറ്ററൊക്കെ ദൂരം നടന്ന് പുസ്തകങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വായിച്ച് ആ രാത്രി തന്നെ ഉറക്കമൊഴിച്ച് വായിച്ച് പോയിരുന്ന ഒരു കാലത്തെ നമ്മളോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഗ്രന്ഥശാലകളിലേക്ക് ഇന്ന് അത്തരത്തിലുള്ള ഒരു തള്ളിക്കയറ്റം ഗ്രന്ഥശാലകളിലേക്ക് സത്യത്തിൽ ഉണ്ടാവുന്നില്ല. പക്ഷേ എന്നാൽ ഓരോ വീടുകളിലും ഓരോ ഗ്രന്ഥശാലകൾ ഒരുങ്ങുന്ന തലത്തിലേക്ക് ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ മാറ്റം വന്നു കഴിഞ്ഞു. ഓരോ വീട്ടിലും മനോഹരമായ, ഒരുപക്ഷെ ഗ്രന്ഥശാലകളെക്കാൾ മികവുറ്റ രീതിയിൽ പുസ്തകങ്ങളുടെ ശേഖരങ്ങൾ ഉൾപ്പെടെ മനോഹരമായി അടുക്കി വെച്ച് ഏറ്റവും മനോഹരമായ ഇടങ്ങൾ ഒരുക്കുന്ന എത്രയോ ഇടങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെ എല്ലാം സാധ്യതകൾ ഈ പുതിയ വിപണിയിലൂടെ അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. പുതിയ വിപണിയിലൂടെ അതിൻ്റെ സാധ്യതകൾ കൂടുതൽ വളരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും എന്നാണ് കരുതുന്നത്. ആ നിലയിൽ നല്ല പുസ്തകങ്ങൾ തീർച്ചയായിട്ടും കാലത്തെ അതിജീവിക്കും. ഇപ്പോൾ ദാമോദരൻ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം ഏതാണ്ട് 60 വർഷത്തേക്ക് അടുക്കുകയാണ്. ഇപ്പോഴും അത് പുതിയ പതിപ്പുകൾ വരികയും നിരന്തരം വായിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം പുസ്തകം ഇറങ്ങിയതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ 10,000-കണക്കിന് കോപ്പികൾ വിറ്റഴിയപ്പെടുന്ന പുസ്തകങ്ങൾ പെട്ടെന്നുള്ള ഒരു ഓളമുണ്ടാക്കി അല്ലെങ്കിൽ പിന്നിലേക്ക് പതുക്കെ മാഞ്ഞു പോകുന്ന സ്ഥിതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സാഹിത്യങ്ങളെ തിരഞ്ഞെടുക്കുകയും നല്ല സാഹിത്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പുതിയ വിപണി കൂടി മാറിത്തീരട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്.